കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ തൽപരരായി കാതോർത്തിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് എല്ലാ ദിവസവും നമുക്ക് വേണ്ടി ആത്മീക ബലം തന്ന് എപ്പോഴും ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച് ഇഷ്ടമായി നോക്കി പോകേണ്ടുന്ന വഴി കാണിച്ചു തന്ന് കാലുപോലും കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ തൻ്റെ ശക്തിയേറിയ ദൂതന്മാരോട് കൽപ്പിച്ച് നമ്മെ പരിപാലിക്കുന്ന സ്നേഹനിധിയായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ആരാധനയും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ദൈവവചനം കേൾപ്പാൻ ഒരുങ്ങുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദനങ്ങളും അർപ്പിക്കുന്നു. സന്തോഷത്തോടെ ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 29-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 29-ാം വാക്യം. ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. സഹസ്രാധിപനും അവൻ റോമാപൗരൻ എന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു. ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. പൗലോസ് അപ്പോസ്തലൻ യെരുശലേം ദേവാലയത്തിൽ വന്ന ഒരു സന്ദർഭം. പല പ്രാവശ്യം പൗലോസ് യെരുശലേമിൽ വന്നിട്ടുണ്ട്. യെരുശലേം ദൈവാലയത്തിൽ തൻ്റെ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് യെരുശലേമിലെത്തുക അദ്ദേഹത്തിൻ്റെ ശീലമാണ്. യെരുശലേമിലെത്തിയാറെ പൗലോസിനെ യെരുശലേമിലെ സഭാപ്രധാനികൾ സ്വീകരിക്കുന്നൊരു രംഗം 21-ാമത്തെ അധ്യായത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. 21-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അവർ വന്ന് പൗലോസിനെ സ്വീകരിക്കുന്നു. അപ്പോൾ പൗലോസിനോട് പറയുന്നു, യഹൂദന്മാരായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. മോശയുടെ ന്യായപ്രമാണത്തെ തള്ളിപ്പറയുന്നതിന് ഇപ്പോഴും അവർക്ക് മനസ്സില്ല. അതുകൊണ്ട് നീ ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ മോശയുടെ ന്യായപ്രമാണമൊന്നും അംഗീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു എന്നൊരു പരാതിയും തെറ്റിദ്ധാരണയും നിനക്കെതിരെ ഇവിടുത്തെ യഹൂദന്മാരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നീ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് മാനുഷികമായിരിക്കുന്ന ചില ഐഡിയകൾ പൗലോസിന് പറഞ്ഞു കൊടുക്കുന്നത് 21-ാം അധ്യായത്തിൽ കാണാം. 21-ാം അധ്യായത്തിൽ യെരുശലേം ദേവാലയത്തിൽ പൗലോസ് ചെല്ലുമ്പോൾ അവിടെ വെച്ച് പൗലോസിനെ തിരിച്ചറിയുന്നു. ആസിയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവരൊച്ചപ്പാടുണ്ടാക്കുന്നു. ആ ഒച്ചപ്പാടിൻ്റെ ഇടയിൽ തടിച്ചുകൂടിയിരിക്കുന്ന യെരുശലേം ദൈവാലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന യഹൂദന്മാരും പരീശന്മാരും പൗലോസിനെ വളഞ്ഞിട്ട് ഉപദ്രവിക്കുന്നതിൻ്റെ മധ്യത്തിൽ ദൈവാലയത്തിനകത്ത് നിന്ന് പൗലോസിനെ ഉന്തിത്തള്ളി വലിച്ചഴക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പെട്ടെന്ന് ദൈവാലയത്തിൻ്റെ വാതിലുകളെല്ലാം അവരടച്ച് പഴുതുമിടുന്നു. അങ്ങനെ ദൈവാലയത്തിനകത്ത് നിന്ന് പുറത്തു വന്ന പൗലോസിനെ വളഞ്ഞിട്ട് ഉപദ്രവിക്കുകയാണ്. ആരോ പട്ടാളത്തിൻ്റെ പിടിയിലാണ് യെരുശലേം പട്ടണം. സഹസ്രാധിപനോടും പട്ടാളക്കാരോടും വന്ന് പറഞ്ഞു, ദൈവാലയത്തിൻ്റെ മുറ്റത്തിട്ട് ഒരുവനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. സഹസ്രാധിപൻ ഓടി വരുമ്പോൾ പൗലോസ് ഉപദ്രവിക്കപ്പെടുകയാണ്. ശതാധിപന്മാരെയും പട്ടാളക്കാരെയും വിളിച്ചു വരുത്തി പൗലോസിനെ വിലങ്ങ് വെപ്പിച്ച് പെട്ടെന്ന് പൗലോസിനെ അറസ്റ്റ് ചെയ്ത് അന്തോണിയ കോട്ടയിലേക്ക് കൊണ്ടുപോയി വിചാരണയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ഉപദ്രവിക്കപ്പെട്ട് അടികൊണ്ട് നിൽക്കുന്ന പൗലോസ് സഹസ്രാധിപനോട് പറയുന്നു, ഈ തടിച്ചു കൂടിയിരിക്കുന്ന ജനം എന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് അവരോട് ഒരു വാക്ക് പറയാൻ അനുവദിക്കണം. ഈ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ പൗലോസിനോട് ആ ശതാധിപൻ അല്ലെങ്കിൽ സഹസ്രാധിപൻ അനുവദിക്കപ്പെട്ട നിമിഷം യെരുശലേം ദൈവാലയത്തിൻ്റെ പടിക്കെട്ടുകൾ ആ പോർട്ടിക്കോയുടെ ആയിരിക്കാം പടിക്കെട്ടുകൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് താഴെ മുറ്റത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളോട് പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുന്ന രംഗമാണ് 22-ാമത്തെ അധ്യായം. തൻ്റെ സാക്ഷ്യം പറഞ്ഞു വരകെ കർത്താവ് അവന് പ്രത്യക്ഷനായെന്നും അവൻ്റെ പ്രാർത്ഥനയിൽ യെരുശലേം ദേവാലയത്തിൽ കർത്താവ് ഇറങ്ങി വന്നു എന്നൊക്കെയാണ് പൗലോസ് സാക്ഷ്യം പറയുന്നത്. ഇതവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ നിമിഷത്തിൽ പൗലോസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ സമയം വരെ മൗനമായിരുന്ന ഏകദേശം 22-ാം വാക്യത്തിൽ പറയുന്നു, 22-ൽ പറയുന്നു, ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു. പിന്നെ ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുക, അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ചുകൊണ്ട് കൂകി അട്ടഹസിച്ച് വസ്ത്രം കീടി ഒരു കൂട്ടം ആളുകൾ പൗലോസിനെ പിച്ച് ചീന്താൻ വേണ്ടി അടുത്തു വരികയാണ്. ഈ സമയത്ത് സഹസ്രാധിപനും തെറ്റിദ്ധരിച്ചു. ഇയാൾക്ക് നേരെ ഇത്ര കലുഷിതമായ രീതിയിൽ ആളുകൾ ഇളകണമെങ്കിൽ ഇയാൾക്കുടെ കയ്യിൽ എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെയാണല്ലോ നാട്ടുകാർ പറയുന്നത്. ഇച്ചിരിയൊക്കെ കയ്യിലിരിപ്പ്
ദോഷമില്ലെങ്കിൽ പിന്നെ നിനക്കിങ്ങനെ സംഭവിക്കുമോ? എന്തെങ്കിലുമൊക്കെ കുഴപ്പവും നിനക്കും കാണും. ആശാരിയുടെ കുഴപ്പമുണ്ട്, തടിയുടെ വളവും ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതാണ് ജനത്തിൻ്റെ ചിന്ത. പൗലോസിനെക്കുറിച്ച് അങ്ങനെ തന്നെ പട്ടാള ശതാധിപൻ വിശ്വസിച്ചു. എന്തെങ്കിലും കുഴപ്പം ഇവന് കാണും. അപ്പോൾ ഇവൻ നേരെ ചുവ മറുപടി പറയില്ല. അതുകൊണ്ട് ഇവനെ ചമ്മട്ടി കൊണ്ട് ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് ശരിക്കും ഇടിമുറി എന്നൊക്കെ നമ്മൾ മലയാളികൾ പറയില്ലേ, പോലീസ് കസ്റ്റഡിയിലൊക്കെ ഉള്ള ആളുകളെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നതുപോലെ ചമ്മട്ടി കൊണ്ട്, റോമൻ ചമ്മട്ടി കൊണ്ട് അടിച്ച് മറുപടി പറയിപ്പിക്കുന്ന, ചോദ്യം ചെയ്യിക്കുന്നൊരു രീതിയിലേക്ക്, മൂന്നാം മുറയിലേക്ക് നീങ്ങാൻ പോവുകയാണ് പട്ടാളം. പൗലോസിനെ അതിനുവേണ്ടി ശതാധിപൻ അതിന് പരിവപ്പെട്ട പട്ടാള ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു. പൗലോസിനെ പിടിച്ചുകൊണ്ടുപോയി കുനിച്ച് നിർത്തി ഒരു ഇരുമ്പ് വളയത്തിലേക്ക് കാലും കൈയും കൂടി കുനിച്ച് നിർത്തി, ചേർത്ത് നിർത്തി, മൃഗത്തെ നിർത്തുന്നത് പോലെ കുനിച്ച് നിർത്തി, വസ്ത്രം ഉരിഞ്ഞെടുത്തിട്ട് റോമൻ ചമ്മട്ടി കൊണ്ട് പുറത്തേക്ക് അടിച്ചുകൊണ്ട് പറയടാ നീ ആരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അടി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അസാധാരണമായിരിക്കുന്ന വേദനയും മാത്രമല്ല, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാവുന്നൊരു ശിക്ഷാ നടപടിയാണ് റോമൻ ചമ്മട്ടി പ്രഹരം. ഇതിന് വിധേയപ്പെടാൻ വേണ്ടി പൗലോസിനെ കുനിച്ച് നിർത്തി ബന്ധിക്കുകയാണ്. ഈ ബന്ധിക്കുന്ന സമയത്ത് പൗലോസ് ഒരു വാക്ക് പറയുന്നു ആ പട്ടാളക്കാരനോട്. പരാതിയായിട്ടല്ല, പരിഭവമായിട്ടല്ല, ഭീഷണിയായിട്ടല്ല. ഒരു വാക്ക്, ആ ഭാഗം വായിച്ചാൽ കാണാൻ പറ്റുന്നു, ഒരു വാക്ക് ഒരാത്മഗതം പോലെ പറയുകയാണ്. എന്താ പറഞ്ഞത്? റോമൻ പൗരനായിരിക്കുന്ന ഒരു പൗരനെ അവിടെ ന്യായവിധി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രമാണമനുസരിച്ച് കുറ്റം തെളിയാതെ ആ നിലവാരത്തിൽ അവനെ ചമ്മട്ടി കൊണ്ട്, വിസ്താരം കഴിയാത്ത നിലവാരത്തിൽ കുറ്റം തെളിയാത്ത ഒരുവനെ ചമ്മട്ടി കൊണ്ട് ശിക്ഷിക്കുന്നത് വിഹിതമാണോ എന്നൊരു ന്യായമായ സംശയം പോലെ പൗലോസ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പൗലോസിനെ ബന്ധിക്കുന്ന പട്ടാളക്കാരൻ ഞെട്ടിപ്പോയി. ഈ കുറ്റവാളി എന്ന് പറഞ്ഞ് വസ്ത്രം ഉരിഞ്ഞ് കുനിച്ചു നിർത്തിയിരിക്കുന്ന ഈ മനുഷ്യൻ റോമൻ പൗരനാണ് എന്ന് കേട്ടാറേ പട്ടാളക്കാരൻ പെട്ടെന്ന് ശതാധിപനോടത് അറിയിക്കുന്നു. ശതാധിപൻ സഹസ്രാധിപനെ അറിയിക്കുന്നു. സഹസ്രാധിപൻ ഓടി വരുന്നു. സഹസ്രാധിപനോട് പറയുന്നു, നീ റോമാ പൗരനാണോ? അവൻ പറയുന്നു, ജന്മം കൊണ്ട് ഞാൻ റോമാ പൗരനാണ്. സഹസ്രാധിപൻ പറയുന്നു, ഞാൻ അനേക പണം കൊടുത്ത് മേടിച്ചതാണ്. അതിനൊക്കെ റീസൺ ഉണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പൗരോഹിത്യം, ഈ പൗരത്യം ഇത് പറഞ്ഞാറേ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ വായിച്ചത്. ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ അവൻ റോമാ പൗരനാണെന്ന് അറിഞ്ഞാറേ അവനെ വിട്ടുമാറി. അവനെ ബന്ധിച്ചതുകൊണ്ട് സഹസ്രാധിപൻ പോലും ഭയപ്പെട്ടു. ഞാനിവിടെ പൗരത്വത്തെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം, നാം ആരാണെന്നുള്ള ആ അറിവ് നമുക്കുണ്ടാകണം. നമ്മളത് ക്ലെയിം ചെയ്യണം. ഞാൻ പറയുന്നത് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ സഭാ കമ്മിറ്റിയിലോ നാട്ടുകാരുടെ നടുവിലൊന്നുമല്ല. ഇപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോൾ ആളുകൾ ചിലപ്പോൾ വളയുക, ഉപദ്രവിക്കുക, ചോദ്യം ചെയ്യുകയൊക്കെ ഇന്ത്യയിൽ നടമാടുന്നുണ്ട്. അന്നേരം ഞാൻ ഇന്ത്യൻ പൗരനാണ്, എനിക്കിവിടെ സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറയുന്നത് നാട്ടുകാരുടെ നടുവിലല്ല, നമ്മുടെ വിഷയം ആത്മീകമാണ്. അന്ധകാര ശക്തികൾ നിന്നെ വളയുമ്പോൾ, നിൻ്റെ കുടുംബത്തിനെതിരെ വരുമ്പോൾ, നിന്നെ ബന്ധിക്കാൻ നോക്കുമ്പോൾ, നിന്നെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ, അകാരണമായി നിന്നെ പ്രഹരങ്ങളേൽപ്പിക്കാൻ നോക്കുമ്പോൾ, ഞാൻ പറയുന്നത് ഇച്ചിരി ഇരുത്തി ചിന്തിക്കണം കേട്ടോ. റോമൻ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതല്ല, മാനസികമായും ആത്മതലത്തിലുമൊക്കെ ഭയങ്കരമായ മാനസിക സമ്മർദ്ദങ്ങൾ തന്ന് നമ്മളെ ഒതുക്കാൻ നോക്കുന്ന അന്ധകാരമണ്ഡലം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ആ അന്ധകാരമണ്ഡലങ്ങൾ നിന്നെ കുനിച്ചു നിർത്തുമ്പോൾ, നിനക്കെതിരെ ആയുധമെടുക്കുമ്പോൾ, നിന്നെ ഭേദ്യം ചെയ്ത് തകർക്കാൻ നോക്കുമ്പോൾ, നിന്നെ തല്ലി തകർക്കാനുള്ള പദ്ധതി ഇടുമ്പോൾ, നിന്നെ ശക്തമായിട്ട് പ്രഹരങ്ങളേൽപ്പിച്ച് വേദനിപ്പിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ആദ്യം നാം ചെയ്യേണ്ടത് എന്താണ്? ഇന്നെന്നെ ചിന്തിപ്പിച്ച ഭാഗം ഞാൻ പറയുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ഷാജി പാസ്റ്ററുടെ ഫോൺ നമ്പറോ ഒന്നും തപ്പുമല്ല. പിന്നെ എന്തോ ചെയ്യണം?
നീ ആദ്യം തന്നെ, ഇതിവിടെ പരാതി അപ്പീലൊന്നുമല്ല, അവൻ പറയുകയാണ്, അവിടെ 10 പേര് കേൾക്കെ പറയുകയാണ്, അല്ലെങ്കിൽ ബന്ധിക്കുന്നവർ കേൾക്കെ പറയുകയാണ്. പൗലോസ് അവിടെ പറഞ്ഞത് ഞാൻ റോമാ പൗരനാണ്. ഇപ്പോൾ റോമാ പൗരനാണ് എന്ന കാര്യമാണ് പൗലോസ് അവിടെ പറയുന്നത്. ഇവിടെ റോമാ പൗരനൊന്നും അല്ല കേരളത്തിൽ താമസിക്കുന്ന നമ്മൾ പറയാൻ പോവുക. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് യേശുക്രിസ്തു വില കൊടുത്ത് വാങ്ങി സ്വർഗത്തിലെ പുസ്തകത്തിൽ പേരുള്ളവനും പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കുന്നവനും. ഞാനീ പറയുന്നതൊക്കെ ശരിയല്ലേ? ഇതല്ലേ ഒരു ദൈവപൈതൽ? അതെയോ ഏതോ ഒരുവന് വേണ്ടി ജനിച്ചു, എങ്ങാണ്ടൊരു പുസ്തകത്തിൽ കണക്കെഴുതി പേരെഴുതി വെച്ചു, അങ്ങനെ ഒരു മതപരമായ മെമ്പർഷിപ്പിൽ നിൽക്കുന്ന ഒരാളല്ലല്ലോ രക്ഷിക്കപ്പെട്ടവരുമെന്ന് പറയുന്നത്. സ്വർഗത്തിൽ പേരുള്ള, അകത്താത്മാവ് വസിക്കുന്ന, കുഞ്ഞാടിൻ്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ച, പരിശുദ്ധാത്മ മുദ്രയേറ്റ, സ്വർഗത്തിലെ ദൂതന്മാരുടെ കാവലുള്ള, ദൈവം അറിയുന്ന, നിത്യതയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്ന ഞാൻ. ആ വാക്ക് തന്നെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരസാധാരണ വീര്യം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടോ നോക്കി. ഇരുട്ടിൻ്റെ ശക്തികൾ വളയുമ്പോൾ, ദുഷ്ടൻ്റെ പോരുകൾ നിന്നെ പ്രഹരമേൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ, നിന്നെ ഉപദ്രവിക്കാൻ, ഭേദ്യം ചെയ്യാൻ, തകർത്ത് കളയാൻ അവരുടെ കരുതി വച്ചിരിക്കുന്ന ആയുധങ്ങൾ നിന്നിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ, അതിൻ്റെ മുറിവുകളും മുറിപ്പാടുകളും നീറ്റലും പുകച്ചിലും നിൻ്റെ മേൽ തരാൻ ആഗ്രഹിക്കുമ്പോൾ, ആദ്യം ചെയ്യേണ്ടത് നീ ദൈവപൈതലാണെന്ന്, നീ ക്രിസ്തുവിൻ്റെ ചോരയുടെ വിലയാണെന്ന്, നീ ആത്മസാന്നിധ്യം വഹിക്കുന്നവനാണെന്ന്, നീ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന്, എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾ എൻ്റെ മേലുണ്ടെന്ന്, ദൂതന്മാരുടെ കാവലെനിക്കുണ്ടെന്ന്, ഞാൻ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണെന്ന്, ഞാൻ ലോകത്തിൻ്റെ സന്തതി അല്ലെന്ന്, ഞാൻ സ്വർഗീയ പൗരനാണെന്ന്, ഞാൻ ദൈവത്തിനായി മാറ്റി നിർത്തപ്പെട്ട എന്തൊക്കെ പറയാൻ ദൈവമക്കളെ. ഇതൊക്കെ മറന്നിട്ട് അയ്യോ പത്തോ വിളിക്കുമ്പോൾ അടി ഉറപ്പാ. അന്ധകാര ശക്തികളുടെ നടുവിൽ നിന്നുള്ള വിടുതലിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നീ ആരുടെ ആളാണ്, നീ ആരാണ്, നിന്നെ കർത്താവ് എന്തിനാ വിലയ്ക്ക് വാങ്ങിയത്. ഇത് തിരിച്ചറിഞ്ഞിട്ട് നീ നിൽക്കുന്നിടത്ത് നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇത് ക്ലെയിം ചെയ്യണം. ഉടനെ, ആ വാക്ക് അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം, ഉടനെ വിടുതലുകൾ ആരംഭിക്കും. നിന്നെ എതിർക്കുന്ന ശക്തികൾ ഭയപ്പെടും. നാം നമ്മെ മറക്കുന്നതാണ് പ്രശ്നം. നമുക്ക് വേണ്ടി സ്വർഗം മുടക്കിയ മൂല്യം മറക്കുന്നതാണ് പ്രശ്നം. മറക്കരുത്. നാം ആരെന്ന് ആത്മമണ്ഡലത്തിൽ പറയണം, നിൻ്റെ വീടിനകത്ത് പറയണം, നിൻ്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് പറയണം, നീ നിൽക്കുന്നിടത്ത് നിന്ന് പറയണം, നിന്നെ ഏൽപ്പിച്ച പോർക്കളത്തിൽ നിന്ന് പറയണം. നിൻ്റെ തറവാട്ട് വിവരവും നിൻ്റെ ബുദ്ധിയും അല്ല, നീ സ്വർഗത്തിനാരാണ് അത് പറഞ്ഞാൽ ഉടനെ ചില വിടുതലുകൾ ഉണ്ടാകുമെന്നുള്ളത് അനുഭവത്തിൽ തെളിയിക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പൗലോസ് ഒരു ഭൗതിക കാര്യത്തിൽ അവനെ ബന്ധിക്കുന്നവരുടെ നടുവിൽ ഭീഷണിയില്ലാതെ നിമിഷം കൊണ്ട് ഉടനെ ഉണ്ടായ വിടുതൽ ഞങ്ങൾ വായിച്ചു. അത് ആത്മീകമായി ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്തു. നാഥ, ഞങ്ങളാരെന്നറിഞ്ഞ് ദൈവകൃപയിൽ ബലപ്പെടാൻ അനുവദിക്കണം. അത് പറയാനുള്ള പ്രാഗൽഭ്യം തരണം. ആ തിരിച്ചറിവ് ഇത് കേൾക്കുന്നവർക്കുണ്ടാകണം. അങ്ങനെ ഉടനെ ഉണ്ടാകുന്ന വിടുതലുകൾ അനുഭവിപ്പാൻ ഞങ്ങളെ ശീലിപ്പിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.